ഹായ് എവരിവൺ, ദിസ് ഈസ് മിലൻ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കിഡിലെ ഒരു തീപ്പൊരി ഐറ്റം പരിചയപ്പെടുത്താനാണ്. ഏത്? ആസ് യു സോ ഇൻ ദ തംബ്നെയിൽ, വി ആർ അൺബോക്സിംഗ് ദ MJX 1:8 സ്കെയിൽ ക്രൗളർ, ദാറ്റ് ഈസ് നൺ അതർ ദാൻ H8E. അപ്പോൾ എങ്ങനെ പൊട്ടിച്ചാൽ അപ്പോൾ ഇതാണ് മക്കളെ സാധനം. ഇതൊരു ഒന്നൊന്നര ഐറ്റം ഉണ്ട്. എൻ്റെ ഒരു പകുതി സൈസ് ഉണ്ട്. പിന്നെ അത് കുറേ കാര്യങ്ങൾ, കുറേ സ്പെക്ക്, ഡീറ്റെയിലിംഗ് എല്ലാം ഉണ്ട്. ഇപ്പം എല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അപ്പം അധികം നേരം പൊക്കുന്നില്ല. 8 കിലോ ഉണ്ട് ഏകദേശം തോന്നുന്നത്. ഓക്കെ, അപ്പം ബാക്കി വീഡിയോയിലേക്ക് പോകും. അപ്പം ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ബോക്സിൻ്റെ പുറത്ത് പ്രത്യേകിച്ച് ഡീറ്റെയിലിങ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഓൾ റോക്ക് H8 1:8 സ്കെയിൽ ക്രൗളർ, ബ്രഷ്ലെസ്, ആ സംഭവങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ വണ്ടിയുടെ കുറച്ച് ഫോട്ടോസ് നമ്മളെ കൊതിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് കളയാം. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ആദ്യം തന്നെ വണ്ടിയുടെ ഒരു ബുക്കുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം, ഓരോ ടൂളും അഴിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്ത് തൊട്ടാലോ പിടിച്ചാലും ഇത് നോക്കിയിട്ട് ചെയ്തോണം. ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും ചൈനയിലേക്ക് തിരിച്ചയക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി വണ്ടി എടുക്കാം അല്ലേ. ഇതാണ് നമ്മുടെ സാധനം വരുന്നത്. ഇതിനകത്ത് വേറെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി ഒരു 5000 mAh. ഇതിൻ്റെ തന്നെ ഒരു സ്റ്റോക്ക് ബാറ്ററിയാണ്. ഇത് 3S ബാറ്ററി, ലിപ്പോ ബാറ്ററിയാണ്. ഇത് വിത്ത് ബാറ്ററി, വിത്തൗട്ട് ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. നമ്മൾ വിത്ത് ബാറ്ററിയാണ് എടുത്തത്. ഇതൊന്നോട്ട് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത് നമ്മുടെ ചാർജറാണ്. ചാർജറിൽ തന്നെ നമുക്ക് 4S 2S 3S എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു സെറ്റപ്പാണ്. അത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ ഇതാണ് നമ്മുടെ റിസീവർ, റിമോട്ട്. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see I ain't the one to fuck with. Now they looking nervously, and I don't really care what you think of me respectfully. You can kick rocks if you think you're fucking. ഇതാണ് സാധനം. ഏകദേശം നല്ല സൈസ് ഉണ്ട്. അത്യാവശ്യം എല്ലാം മെറ്റലാണ്. സസ്പെൻഷനൊക്കെ ആണെങ്കിൽ സെറ്റാണ്. വണ്ടി ഓവറോൾ ഒരു ഇതിന് ലുക്കിലൊന്നും പറയാനില്ല. I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency. A message for eternity. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കിഡിൽ ഓഫ് റോഡ് ഒരു ബമ്പർ തന്നെ കാണാം. അതുപോലെ തന്നെ 2 ഹെഡ്ലൈറ്റ്, ഇവിടെ അകത്തൊരു ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ 2 എക്സ്ട്രാ 2 ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ സൈഡ് മിറർ എല്ലാം സെറ്റപ്പ് ഉണ്ട്. വൈപ്പറൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് ഇതാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 2 ഫോഗ് ലൈറ്റൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാം. അതുപോലെ വിഞ്ച കാര്യങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് വണ്ടിയോടെ തന്നെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നല്ല കിടിലൻ 4 അലോയും, അതിൻ്റെ കൂടെ നല്ല ടയറിൻ്റെ സൈസ് കണ്ട ഏകദേശം നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു സ്നോർക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെന്തൊരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൈക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ 2 സാൻഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാരിയർ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം, ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ 2 ടെയിൽ ലാമ്പുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കറുണ്ട്. അതുപോലെ നോർമൽ സ്റ്റോക്ക് ബമ്പറും വന്നിട്ടുണ്ട്. വേറെ ബാക്കിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അപ്പം ഇനി ഇതിൻ്റെ അടിഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സെറ്റപ്പുണ്ട്. അപ്പം അടിയിൽ എല്ലാം മെറ്റലാണ് ഷാഫ്റ്റ് വന്നിരിക്കുന്നത്.
ചേസിൻ്റെ ആണ് ഈ ഒരു ബ്ലൂ കളർ, നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട് ഹൗസിങ്ങിൻ്റെ അവിടുത്തെ ലിങ്ക് റോഡ് ആണെങ്കിലും സെർവോയുടെ ഭാഗമൊക്കെ ആണെങ്കിലും എല്ലാം ഇതാണ് മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടിയിൽ പ്രത്യേകിച്ച് സംഭവങ്ങൾ ഒന്നുമില്ല. നമുക്കിനി അകത്തേക്ക് പോകും. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് മാഗ്നറ്റാണ്. ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ലോക്കുണ്ട്. നമ്മൾ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ ഇത് അടിയിലിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവാതിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ബാറ്ററി വെക്കുന്ന ഒരു കേസ്. ഇവിടെ ബാറ്ററി വെച്ച് ലോക്ക് ചെയ്യുകയാണ്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കയറ്റുക. നൈസ്. പരിപാടി കഴിഞ്ഞ് ജസ്റ്റ് കണക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വന്നാൽ ഇതാണ് ബാറ്ററി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഒരു 35 kg ഒരു കിട്ടിലും സെർവോ വരുന്നുണ്ട്. നല്ല സെർവോ ആണ്, അത്യാവശ്യം നല്ല കേപ്പബിലിറ്റി ഉള്ള സെർവോ ആണ്. അതിനുശേഷം മോട്ടർ വരുന്നത് ഒരു 3970 ഒരു 2000 kV FOC സെൻസേഡ് ബ്രഷ്ലെസ് മോട്ടറാണ്. അതുപോലെ തന്നെ ESC വരുന്നതാണെങ്കിൽ ഒരു 80A FOC സെൻസേഡ് ബ്രഷ്ലെസ് ESC തന്നെയാണ് വരുന്നത്. നമ്മളൊരു പുതിയ വണ്ടികളിൽ മാത്രം വരുന്നൊരു ഫീച്ചറാണ്, അത് കിട്ടില്ല ഫീച്ചറാണ് FOC. നമുക്ക് മെയിൻ്റെനൻസ് എല്ലാം കുറവാണ്. നമുക്കൊരു റിഫൈൻഡ് ഫീൽ കിട്ടും. ഒരുപാട് സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്കകത്ത്. അതുപോലെ തന്നെ ഒരു 2 ട്രാൻസ്മിഷൻ, അതായത് ഒരു 2 സ്പീഡ് ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ഒക്കെയാണ് വരുന്നത്. ലോ ഗിയർ, ഹൈ ഗിയർ, ഇതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ ഇത് നമുക്ക് 2 ഫ്രണ്ടും ബാക്കും 2 റെയർ ഡിഫ്ലോക്കുകൾ വരുന്നുണ്ട്. അതിൻ്റെ കേബിളാണ് ഈ കാണുന്നത്. അങ്ങനെയാണ് ഡിഫറൻഷ്യൽ സംഭവങ്ങളൊക്കെ വരുന്നത്. മൊത്തം ഒരു 3-4 സെർവോ വരുന്നുണ്ട്. ഇപ്പോൾ ബാക്കിൽ ഇവിടെ ഗിയർ ബോക്സിൻ്റെയും ഡിഫറൻഷ്യലിൻ്റെ എല്ലാം. പിന്നെ ഈ ബ്ലൂ കളറാണ് ചേസ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ചേസൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാം പറഞ്ഞ പോലെ മെറ്റൽ സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഫുള്ളി വാട്ടർ പ്രൂഫാണ്. എന്നാലും നമ്മൾ വെള്ളത്തിലിറക്കുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ ഇറക്കണം. എല്ലാം സെറ്റാണ്. ഇവിടെ 2 ഫാനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിസീവറിൻ്റെ എല്ലാ സംഭവങ്ങളും നല്ല പക്ക ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. ഒരു 6-7 കിലോ അടുത്ത് വണ്ടിക്ക് വെയിറ്റ് വരുന്നുണ്ട്. അപ്പം ഓഫ് റോഡൊക്കെ അടിക്കുമ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മുടെ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിലും അത്യാവശ്യം നല്ല സസ്പെൻഷൻ തന്നെയാണ്. ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലിങ്കേജ് റോഡ് കാണാം. അത് നമ്മുടെ റയർ വീലിന് മാത്രമേ ഉള്ളൂ. ഒരു സസ്പെൻഷൻ നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഗുണം ചെയ്യും അതൊക്കെ. അതുപോലെ തന്നെ ബാക്കി എല്ലാ സംഭവങ്ങളും ഫുൾ കവേർഡാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ മെയിനായിട്ടുള്ള കാര്യം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് വണ്ടി കണക്ട് ചെയ്തൊന്ന് ഓണാക്കാം. അധികം ഞാൻ ലാഗ് ആക്കുന്നില്ല. അപ്പം ജസ്റ്റ് നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്വിച്ച് വരുന്നത് ഇതിൻ്റെ അടിഭാഗത്താണ്. ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് മാഗ്നറ്റാണ് നമ്മൾ, പിന്നെ അത് ലോക്കായിട്ടിരുന്നോളൂ. അതിനുശേഷം വണ്ടി ജസ്റ്റ് പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണായി. പൊളി. ഇനി നമുക്ക് റിസീവറിൻ്റെ കാര്യം. ഇതാണ് റിമോട്ടിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്. ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കണക്റ്റായി. ഇപ്പോൾ റിമോട്ടിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇവിടെ ഈ സൈഡിൽ നമുക്ക് ത്രോട്ടിലിൻ്റെ കുറച്ച് സെറ്റപ്പ് കാണാം. ഈ സൈഡിൽ സ്റ്റിയറിങ്ങിൻ്റെ. ത്രോട്ടിലിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കിത് ഓട്ടോ ക്രൗളിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബ് കാണാം. സ്പീഡൊക്കെ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഒരു 30 കിലോമീറ്റർ അടുത്ത് സ്പീഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇത് നമുക്ക് സ്റ്റിയറിങ് കറക്റ്റാണോ എന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് റേഡിയസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് നമുക്കിത് റിവേഴ്സ് നോർമൽ ആക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആവും. അതൊക്കെ അത്രേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. പിന്നെ ഒരു 8 ചാനൽ റിമോട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള സ്വിച്ചുകളുണ്ട്. അതുപോലെ തന്നെ മേളി ഭാഗത്തായിട്ട് നമുക്ക് ഡിഫറൻഷ്യൽ ലോക്കിൻ്റെ സംഭവങ്ങളാണ്. ഇത് ഫ്രണ്ട് ഡിഫറൻഷ്യൽ ലോക്ക്, ഇത് റയർ വീൽ ബാക്കിൽ, ഇത് പിന്നെ ലോ ഗിയർ, ഹൈ ഗിയർ, അതിൻ്റെ ഒരു ഇത്. പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ പല മോഡുകൾ വരുന്നുണ്ട്. അത് ജസ്റ്റ് കാണിക്കാം. ഇപ്പം ഹെഡ് ലൈറ്റ് പ്ലസ് അടിയിലത്തെ ഒരു ലൈറ്റും ഈ ഒരു എക്സ്ട്രാ ലൈറ്റും കൂടെ മൊത്തത്തിൽ കത്തിക്കിടക്കും. ജസ്റ്റ് റിമോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്ലാഷ് ചെയ്യുന്ന കാണാം. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സ്പീഡിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്ന കാണാം. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു എന്തോ ഒരു ടെൻഡൻസി അതിനുള്ളൊരു ലൈറ്റാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓഫായി. അത്രയും സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ്. അപ്പം വണ്ടി ഇതിൻ്റെ ഒരു വർക്കിംഗ് സംഭവങ്ങളൊന്ന് നമുക്ക് കാണാം. ഇത് വീണ്ടും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ ജസ്റ്റ് കൈ കൊടുത്ത് അടിക്കാം. അപ്പം
നോർമൽ സ്പീഡാണ്, സ്പീഡ് അധികം ഞാൻ കൂട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഡിഫ് ഇപ്പം ഓപ്പണാണ്. ഇത് ഫ്രണ്ട് ഡിഫ് ഇതാണ് വരുന്നത്. ഇത് ജസ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ ലോക്കായി. അതുപോലെ തന്നെ ബാക്കിലത്തെ ഡിഫാണെങ്കിലും ഇപ്പം ഓപ്പണാണ്, ലോക്കായി കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്കായി. അതുപോലെ തന്നെ ഇത് ലോ ഗിയർ ഹൈ ഗിയറിൻ്റെ ട്രാൻസ്മിഷനാണ്. ഓപ്പൺ ക്ലോസ് ആ ഒരു സെറ്റപ്പാണ് മൊത്തത്തിലകത്ത് വരുന്നത്. ഇപ്പോൾ ഫാൻ വർക്കിംഗ് ആണ്. അതാണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കാം. അപ്പോൾ വണ്ടി നമ്മൾ റോഡിൽ ഇറക്കിയിട്ടുണ്ട്, റോഡിൽ ഇവിടെ തറയിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഓടിക്കാം. ക്രൗൾ ചെയ്ത് പോകുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ജസ്റ്റ് നമുക്ക് ഭയങ്കര ഒച്ചയെന്ന് പറയുന്നൊരു സാധനമില്ല വണ്ടിക്ക്. ഭയങ്കര ഫെയിൻഡ് ലൈറ്റൊക്കെ ഇട്ട് കാണാതായിട്ട് പോകാം. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം, നമ്മുടെ ഡ്രാഗ് ബ്രേക്ക് അല്ലെ സ്പീഡ്, ഒരുപാട് കൺട്രോൾസ് എല്ലാം നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന ഒരു പെർസെൻറ്റേജ് എല്ലാം നമുക്ക് ഫോണിൽ കാണാൻ പറ്റും. ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യാം. ESC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സകല ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുൾ സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് കൈ കൊടുക്കുകയാണ്. എന്താ പോയത് ആ ഒരു ഒച്ച കേട്ടോ വണ്ടിയുടെ. ബ്രേക്കിംഗ് ഒക്കെ ആണെങ്കിലും നല്ല പക്ക ബ്രേക്കിംഗ് ആണ്. ഒരു ഓഫ് റോഡ് വണ്ടിയുടെ എൻജിൻ അല്ല ഇതിന്. Got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of verdict. Think of me respectfully. You can kick rocks if you think you're fucking better. See, I will outwork you, turn you to an enemy. Hurt you so bad that you're gonna need some therapy. I got the motherfucking recipe. I've been cooking up hits, I'ma leave a legacy. You'll be looking small when you're standing right next to me. I'm 5'10", bitch, but I'm 10 feet next to me. I don't give a fuck what you say. Yeah, I'ma do shit my way. So you. അപ്പം നമുക്ക് ഒരു ചെറിയൊരു ഓഫ് റോഡ് സ്റ്റക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര പാടുകളൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കയറ്റി നോക്കാം. ഇപ്പം എല്ലാം ഓപ്പണാണ്. അതുപോലെ ഹൈ ഗിയറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ജസ്റ്റ് കൈ കൊടുത്താൽ പോയി നമ്മൾ ബാക്ക് വീലുകൾ കറങ്ങിയാണ്, സ്ട്രഗിൾ ചെയ്യാണ്, കയറാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ലോ ഗിയർ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം കയറാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് നമുക്ക് ഡിഫ് ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റെ വിജയസാര് ഓക്കെ. ട്രാവലിങ് ഭയങ്കര രസമാണ്. അതായിരുന്നു നമ്മുടെ വീഡിയോ. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലിടുക. അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമ്മൾ അഭിപ്രായം പറയാം. നമ്മളെന്തായാലും കുറച്ച് മോഡിഫിക്കേഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് ബമ്പറും അല്ലെങ്കിൽ അലോയ് ടയർ എല്ലാം നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഷോക്ക്, ഇതിൻ്റെ ഷോക്ക് എനിക്കൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക. പിന്നെ നമ്മുടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വേവൂൾഫ് ഹോബി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ അപ്ഡേറ്റ്സുകൾക്കെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തേക്കാം, അത് താഴെ കൊടുക്കാം. അപ്പോൾ എന്തായാലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോ പൊളിക്കാം. അടുത്തൊരു കിളിക്കുഞ്ഞ് സാധനമായിട്ട് വരുന്നതായിരിക്കും. ബൈ.